ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ ഒരു എന്നെ സംബന്ധിച്ചൊരു എൻ്റെ ബാഹുബലിയാണ്. ഓക്കെ, കാര്യം ഓരോ ഷോട്ടിനും ഇതിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ സപ്പോർട്ടോടെ അനസും അഖിലും അവർ കൊടുത്ത ആത്മാർത്ഥമായ പരിശ്രമം ഇപ്പോൾ കണ്ട ടീസറിലും ട്രെയിലറിലും എവിഡൻ്റാണ്. അത് ഞാൻ വളരെ കുറച്ചേ ഉള്ളൂ, ചെറിയൊരു വേഷമാണ്. ആ കുറച്ച് ദിവസങ്ങൾ ഞാൻ കണ്ട കാഴ്ച ഒരു സിനിമാ പ്രേക്ഷകൻ എന്നുള്ള നിലയിലും സിനിമാ പ്രവർത്തകൻ എന്നുള്ള നിലയിലും എന്നെ ഇൻസ്പയർ ചെയ്യുകയും കൊതിപ്പിക്കുകയും ചെയ്തതാണ്. അതിന് എനിക്ക് ഉറപ്പുണ്ട്, അവരുടെ കൂടെ കട്ടയ്ക്ക് നിന്ന മെയിൻ ആക്ടേഴ്സിൽ 2 പേര് ഇവിടെ ഉണ്ട്, ടൊവിനോയും വിനയ് സാറും. നമുക്കറിയാം, ടൊവി ഇങ്ങനത്തെ വലിയ സിനിമകൾ നമുക്ക് ഒരുപാട് തന്നിട്ടുണ്ട്. എല്ലാ സിനിമയിലും എന്തെങ്കിലും ഒരു രസകരമായ, ഇവൻറ്റ്ഫുള്ളായ, അഡ്വഞ്ചറസായ ഒരു കാഴ്ച പെർഫോം ചെയ്ത് നമ്മളെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റവും കുറവുള്ളൊരു സിനിമയായ 2018 പോലും ഹെലികോപ്റ്ററിലോട്ട് കൊച്ചിനെ എത്തിക്കുന്ന സീൻ തീർച്ചയായിട്ടും നമുക്ക് തിയേറ്റേഴ്സിൽ ഗൂസ് ബംസ് തന്ന മൊമെൻ്റാണ്. മറ്റ് സിനിമകൾ ഞാൻ പറയുന്നില്ല. ഐഡൻറ്റിറ്റി അദ്ദേഹത്തിൻ്റെ ഷോ ആണ്. ആ ഷോ കാണാൻ നിങ്ങളെപ്പോലെ തന്നെ ഞാനും കാത്തിരിക്കുകയാണ്. കാര്യം മുഴുവൻ സിനിമയോ അതിന് മുഴുവൻ ട്വിസ്റ്റോ ടേണോ കഥയോ എനിക്കങ്ങനെ അറിയില്ല. അഖിൽ വിളിച്ചു, അനസും വിളിച്ചു, എനിക്കൊരു അവസരം തന്നു. കോമഡി മാത്രം ചെയ്ത് നടന്നാൽ പോരല്ലോ, ഒരു വ്യത്യാസമുള്ളൊരു സാധനം തരാം. അതിനെ സംബന്ധിച്ച് രാജു സാറിനോട് നന്ദിയുണ്ട്. വേറൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. ജനുവരി 2-ാം തീയതി ധൈര്യപൂർവ്വം, ആത്മാർത്ഥമായി, കോൺഫിഡൻ്റായിട്ട് ഒരു സിനിമയ്ക്ക് പ്രേക്ഷകരായ നിങ്ങളെ സ്വാഗതം ചെയ്യാം. മാറുന്ന മലയാളം സിനിമയുടെ പുതിയ മുഖം 2024 നമുക്ക് ഒരുപാട് സിനിമകളിലൂടെ കണ്ടു. 2025 അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാൻ ഐഡൻറ്റിറ്റിയിലൂടെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.